ചെയ്യണം? പശു ധാരാളം വെള്ളം കുടിച്ചാൽ ഇറച്ചിക്ക് നല്ല തൂക്കമുണ്ടാവും. ഇന്ത്യക്കാർ അറവന് കൊണ്ടുവന്നതിന് മുമ്പ് പോത്തിനെയും പശുവിനെയൊക്കെ ധാരാളം ഹൈപ്പോ കലക്കി കൊടുക്കും. ലാബിൽ ഫോട്ടോ എടുക്കുന്നവർ ഉപയോഗിക്കുന്ന ഹൈപ്പോ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ പശു കണ്ടമാനം വെള്ളം കുടിക്കും, വിഷമായത്. യൂറോപ്യന്മാർ കാലിത്തീറ്റയിൽ ധാരാളം യൂറിയ കൊടുക്കും. ഇപ്പോൾ നമ്മൾ തുടങ്ങിയത് യൂറിയ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ യൂറിയ പ്രോട്ടോപ്ലാസ്റ്റിൽ ഇംബാലൻസ് ഉണ്ടാക്കും, അസന്തുലിതാവസ്ഥ ഉണ്ടാക്കും. അസന്തുലിതാവസ്ഥ മാറ്റാൻ നൈട്രജൻ എക്സസ് വരുന്നത് അറിയാലോ. എല്ലാ നൈട്രജനും പൊട്ടിത്തെറി വസ്തുവാണ്. വെടിമരുന്ന് പൊട്ടണമെങ്കിൽ അതിൽ നൈട്രജൻ അടങ്ങിയിരിക്കണം. അത് പൊട്ടാസ്യം നൈട്രേറ്റോ സോഡിയം നൈട്രേറ്റോ ആയിരിക്കും. വെടിയുപ്പ് എന്ന് പറയുന്നത് പൊട്ടാസ്യം നൈട്രേറ്റ് ആണ്, അല്ലെങ്കിൽ സോഡിയം നൈട്രേറ്റ് ആയിരിക്കും. ഡൈനമൈറ്റ് എന്ന് പറയുന്നത് നൈട്രോഗ്ലിസറിനാണ്. അപ്പോൾ നൈട്രജൻ അതിനകത്തുണ്ട്. ഇനി ഇപ്പോൾ ആസാമിലൊക്കെ പൊട്ടിത്തെറിക്ക് ഉപയോഗിച്ച ബോംബ് അമോണിയം നൈട്രേറ്റ് ആണ്. നൈട്രോഗ്ലിസറിനാണ് അണുബോംബിനകത്തെ ട്രിഗർ. കാരണം വെടി പൊട്ടണമെങ്കിൽ ആദ്യം വെടിമരുന്ന് കത്തിയിട്ട്, അതുകൊണ്ടാണല്ലോ വെടിയുണ്ടയെ മുന്നോട്ട് പായിക്കുന്നത്. വെടിയുണ്ടാന്ന് പറഞ്ഞാൽ അതിന് പിന്നിൽ വെടിമരുന്നുണ്ട്, അതാ കത്തേണ്ടത്. തൂക്കിൻ്റെ അകത്ത് ഉണ്ട പൊട്ടണമെങ്കിൽ ആദ്യം നൈട്രജൻ കത്തണം എന്നർത്ഥം. അത് മനസ്സിലായ കാര്യം മനസ്സിലാവും. പശുവിൻ്റെ ശരീരത്തിലേക്ക് നൈട്രജൻ എക്സസ് എത്തിക്കഴിഞ്ഞാൽ പശു ധാരാളം വെള്ളം കുടിക്കും. ഈ വെള്ളം പുറത്തല്ല ഉണ്ടാവുക, പിഴിഞ്ഞു കഴിഞ്ഞാൽ പോയില്ല, കോശങ്ങളിലാണ് ഉണ്ടാവുക. അപ്പോൾ പശുവിൻ്റെ ഇറച്ചിക്ക് നല്ല തൂക്കം കിട്ടും. കോഴിക്ക് നൈട്രജൻ കൊടുത്താൽ ഒരു മെച്ചമുണ്ട്, കോഴിക്ക് തൂക്കം കൂടും. പക്ഷെ അതിനനുസരിച്ച് മിനറൽസ് ഉണ്ടാവില്ല, ഇംബാലൻസ്ഡ് ആയി ഇറച്ചി. വേറെ കാര്യം പറഞ്ഞുതരാം. 100,000 കോഴിയെ പറ്റുന്ന കോഴി ഫാക്ടറിയുള്ള ഒരാളാണ് മൃഗവകുപ്പിന്റെ തലപ്പത്തെത്തുക. അയാൾ മന്ത്രിയാവുന്നത് തന്നെ കോഴിക്ക് വില കൂട്ടി വെക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അഥവാ മൃഗമന്ത്രിയെ വിലക്കെടുക്കാൻ കഴിയുന്നതിനാണ് വരിക. എങ്ങനെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന വിജയ് മല്ലയ്യ പാർലമെന്റ് മെമ്പറായത്? ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടല്ല, ഗവൺമെന്റ് നേരിട്ട് റിക്രൂട്ട് ചെയ്യായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കുന്ന ആളാണ് അയാൾ, മദ്യം ഉണ്ടാക്കുന്ന ആളാണ് വിജയ് മല്ലയ്യ. എന്താ അയാൾക്ക് അർഹത? അയാൾ ഏറ്റവും കൂടുതൽ മദ്യം ഉണ്ടാക്കുന്ന ആളാണെന്നുള്ള അർഹത. അയാളുടെ വിമാനമാണ് കിങ് ഫിഷർ. അതിനകത്താണ് നേരിയ അടിയുടുപ്പ് മാത്രമിട്ട പെൺകുട്ടികൾ വിമാനത്തിലെ സർവീസിംഗ് എയർ ഹോസ്റ്റസായി മാറുന്നത്. ആ പെൺകുട്ടികളെ ഇന്റർവ്യൂ ചെയ്യുന്നത് പോലും വിജയ് മല്ലയ്യാണ് നേരിട്ട. ആ വിമാനത്തിൽ കയറിയതുകൊണ്ടാണ് PJ ജോസഫ് അക്രമകാരിയായത്. മന്ത്രിയുടെ കുറ്റം മാത്രമല്ല, സാഹചര്യവും കൂടിയാണ്. ഏത് വ്യക്തിയെപ്പറ്റി കുറ്റം പറയുമ്പോൾ നമ്മൾ അതുകൂടി പരിഗണിക്കണം. അത്രയൊരു സാഹചര്യം ഉണ്ട് അതിനകത്ത്. എൻ്റെ ഒരു സുഹൃത്ത് വിമാനത്തിൽ കയറാൻ പറ്റി ഇത് കണ്ടിട്ട് പറഞ്ഞു, അയ്യോ ഇതിനകത്ത് കയറി ആരും PJ ജോസഫ് ആവും, ഞാൻ കയറിയില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നു. അപ്പോഴാണ് കത്തെനിക്ക് വന്നപ്പോഴാ കാര്യം മനസ്സിലാവുന്നത്, ഇങ്ങനെയാണ് കാര്യം. ഒരു കാര്യം കൂടി, എൻഡോസൾഫാൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് വിജയ് മല്ലയ്യയുടെ ഫാക്ടറിയിലാണ്. ലോകത്തിലെ എൻഡോസൾഫാൻ നിരോധിക്കാനുള്ള 41 രാജ്യങ്ങളുടെ, അത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്യുന്ന 41 രാജ്യങ്ങളുടെ മീറ്റിംഗ് കൂടിയപ്പോൾ അതിന് പോയത് വിജയ് മല്ലയുടെ ഫാക്ടറിയുടെ മാനേജർ AK ദുബെയാണ്. ആ മീറ്റിംഗിന് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. കാസർഗോഡ് എൻഡോസൾഫാൻ അടിച്ചിട്ട് തകർന്നു പോയ കുടുംബത്തിലെ ഒരു തൊഴിലാളി സ്ത്രീയെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അന്ന് അവിടുന്ന് അട്ടിക്കിട്ടും, പെണ്ണുങ്ങൾ ചത്തുപോയാലും മല്ലയെ ജീവനോടെ പുറത്തുവിടാൻ വരില്ലായിരുന്നു. പക്ഷേ പറ്റിയില്ല, നമുക്ക് AK ദുബെയാണ് പോകുന്നത്. AK ദുബെ വിജയ് മല്ലയുടെ ഫാക്ടറിയുടെ മാനേജറാണ്. അയാൾ മാത്രമാണ് എൻഡോസൾഫാൻ നിരോധിക്കുന്നതിനെ എതിർത്തത്. അതുകൊണ്ടാണ് എൻഡോസൾഫാൻ നിരോധനം ഇല്ലാതായത്. എങ്ങനെയാണ് പോയത്? ഏത് മന്ത്രി അയച്ചത്? ഇതൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യം. ഏത് വകുപ്പാണ് അയച്ചിരിക്കുന്നത്? ഇന്ത്യയിലെ കാർഷിക വകുപ്പിന് പ്രതിനിധീകരിക്കാൻ AK ദുബെക്ക് എന്താ അധികാരം? നമ്മൾ 30-35,000 രൂപ ശമ്പളം വാങ്ങുന്ന ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞന്മാരെ പോറ്റുന്നുണ്ട് ഇന്ത്യയിൽ. ആയിരക്കണക്കിനല്ല, 10,000 കേരള കാർഷിക സർവകലാശാല തന്നെ എത്രണ്ണമുണ്ട്. 30,000-35,000 ശമ്പളമുണ്ട്. ഇനി ഈ മീറ്റിങ്ങിന് പോയാൽ അതിനേക്കാളും പൈസ കൊടുക്കും. അവരൊന്നും അയക്കാതെ എന്തിനെ ദുബൈ അയച്ചത്? അതുകൊണ്ട് ഗവൺമെൻറ് ഇതൊക്കെ തന്നെയാണ്. ജനാധിപത്യം തന്നെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അത് നമ്മൾ പറയുന്നതല്ല. ജനാധിപത്യത്തിന് ഒരുപാട് മെച്ചങ്ങളുണ്ട്, അതിനേക്കാളേറെ ദോഷങ്ങളും ഉണ്ട്. തിരുത്താൻ നോക്ക്. ശാസ്ത്രജ്ഞന്മാർക്ക് മുഴുവൻ ട്രെയിനിങ് കൊടുക്കുന്ന ബഹിരാഷ്ട്ര കുത്തകളാണ്. നമുക്ക് ശാസ്ത്രമില്ല, ബിരുദമില്ല, സർട്ടിഫിക്കറ്റ് ഉണ്ടോ കയ്യിൽ? അതെ, ചില കാര്യങ്ങൾ നിരോധിച്ചു കിട്ടും. കേരള ഗവൺമെൻറ്റിനെ കൊണ്ട് എൻഡോസൾഫാൻ നിരോധിപ്പിച്ചത് ഹൈക്കോടതിയിൽ ഒരു കേസ് പോയിട്ടാണ്. ഡൈക്കോഫോളിനെ നിരോധിപ്പിച്ചത് വൺ എർത്ത് വൺ ലൈഫ് നമ്മുടെ സംഘടന ഒരു കേസ് ഫയൽ ചെയ്തുകൊണ്ടാണ്. നിരോധിച്ചില്ല, ഒരു സ്റ്റേ ഉറപ്പിച്ചു. ആ സ്റ്റേ അവിടെ കിടക്കുന്നതുകൊണ്ട് ഡൈക്കോൾ അടിക്കാത്തത്. പക്ഷേ സ്റ്റേ ഉണ്ടെങ്കിലും ഇന്നും നിരോധനമില്ല. നിരോധിക്കാൻ ജഡ്ജിക്ക് തെളിവ് വേണം. ഏത് കേരളത്തിലെ ഡോക്ടറാണ് കാസർഗോഡ് ഇത്രയും ആളുകൾ ക്യാൻസർ വന്ന് മരിച്ചിട്ടും, ഇത്രയും ആളുകൾക്ക് വികലാംഗരായി മക്കൾ ജനിച്ചിട്ടും, ഇത്രയും അമ്മമാര് കഷ്ടപ്പെടുകയാണ്? കാണേണ്ട കാഴ്ചയാണത്. ഒരു കുട്ടി വികലാംഗൻ ജനിച്ചാൽ ആ അമ്മയുടെ ജീവിതം തീർന്നു. കാരണം പുറത്തിറങ്ങാൻ പറ്റില്ല, എപ്പോഴും കുട്ടിയെ നോക്കിക്കൊണ്ട് നിൽക്കണം. അങ്ങനെയുള്ള അമ്മമാരുണ്ടായിട്ട്
ആരാണ് ഹൈക്കോടതിയിൽ തെളിവ് കൊടുത്തത്? ഒരു ശാസ്ത്രജ്ഞനും കിട്ടിയില്ല. ഒരു ശാസ്ത്രജ്ഞനെ അന്വേഷിക്കാൻ വേണ്ടി അന്വേഷിച്ചു. ഡോക്ടർ അബ്ദുൽ സലാം അയാൾ പോകുമ്പോൾ ഇങ്ങനെ കുടിവെള്ളം കൂടി കാറിലെടുത്തിട്ട് പോയത്. അന്വേഷിച്ച് വന്നിട്ട് എൻഡോസൾഫാൻ ഏറ്റവും വിശ്വസിക്കാവുന്ന ഏറ്റവും നല്ല കീടനാശിനിയാണ് എന്നുകൊണ്ട് സർട്ടിഫിക്കറ്റ് എഴുതി വെച്ചു. അതുകൊണ്ട് എൻഡോസൾഫാൻ ഉണ്ടാക്കുന്ന കമ്പനി ഇവിടെ ഇട്ടാൽ നാട്ടുകാർ തല്ലിക്കൊല്ലുന്നുള്ളത് കൊണ്ട് ഉടനെ അയാളെ ഇവിടുന്ന് റിട്ടയർമെൻറ്റ് വാങ്ങിച്ചിട്ട് നൈജീരിയയിൽ എൻഡോസൾഫാൻ ഉണ്ടാക്കുന്ന കമ്പനിയിൽ ജോലി കൊടുത്തു. അയാൾ അങ്ങോട്ട് പോയി. നമ്മളിങ്ങനെയാണ്. ഈ തത്വം മനസ്സിലാക്കിയാൽ ഇവരെന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നെന്ന് മനസ്സിലാവും. ഇതൊക്കെ പിന്നിൽ ഉരുപ്പെട്ടി കളികൾ. അതുകൊണ്ടാണ് ഈ കളികൾ മനസ്സിലാവണം. നമുക്ക് വിഡ്ഢിയാവാം എവിടെയും, ആരുടെ മുന്നിലും വിഡ്ഢിയാവും. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ, കോളേജ് കുട്ടികളോ ഹൈസ്കൂൾ കുട്ടികളോ ക്യാമ്പൊക്കെ ഉണ്ടെങ്കിൽ എന്ത് വിഡ്ഢിക്കളിയും ഞങ്ങൾ കളിക്കും. പക്ഷേ എന്നെ വിഡ്ഢിയാക്കാൻ ഞാൻ അനുവദിക്കില്ല. ആര്? അത് തികച്ചും വ്യത്യസ്തമാണ്. വിഡ്ഢിയാക്കാൻ അനുവദിക്കാവുന്ന തലമുറ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും മന്ത് ഗുളിക വിഴുങ്ങിക്കാൻ പറ്റിയത്. ഇത് ആർക്ക് വേണ്ടിയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. എന്തിനു വേണ്ടിയാണെന്ന് ഒറ്റ ദിവസം ഇൻ്റർനെറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഡൗൺ സിൻഡ്രോം ഉണ്ടാവുമെന്ന്, ഇതുകൊണ്ട് ഡിപ്രഷൻ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒറ്റയാളും കൊടുക്കില്ല. പെർമനന്റ് ഡിപ്രഷൻ പോലും ഉണ്ടാക്കാവുന്ന ഈ മരുന്ന് എങ്ങനെ എല്ലാവരെ കൊണ്ടും വിഴുങ്ങിച്ചു? അതുകൊണ്ട് ആർക്കാ ലാഭം? എവിടെയാ പേരാമ്പ്രയിൽ എവിടെയാ മന്തുള്ളത്? മന്തുള്ളവരെ കണ്ടവരെന്നെ ഉണ്ടാവില്ല കുട്ടികൾ. പക്ഷേ വിഴുങ്ങിച്ചു. കാരണം കമ്പനിക്ക് ചിലവായി. അതുകൊണ്ട് ഇതൊന്നും അത്ര എളുപ്പമല്ല നമുക്ക് മനസ്സിലാക്കൽ, അപഗ്രഥിക്കൽ, നിരോധിക്കൽ. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ കാര്യങ്ങളാണ്. ഒന്നേ വഴിയുള്ളൂ നമുക്കിപ്പോൾ തൽക്കാലം നമ്മുടെ ബോധം വളർത്തുക. നമുക്ക് പറ്റാവുന്ന, നമ്മൾ പറഞ്ഞാൽ സ്വീകരിക്കുന്ന 10 ആളോട് പറയുക, പടിപടിയായിട്ട് ബോധം വളർത്തുക. ഇതേ ഇപ്പം നമ്മുടെ മുന്നിൽ മാർഗമാണ്. ഏതായാലും കോഴിയെ വളർത്താം. ഇങ്ങനെ ഈസ്ട്രോജൻ കൊടുത്ത് വളർത്താം. നേരത്തെ മുട്ടയിടിയിക്കാം. 1 വയസ്സെത്തിയാൽ മുട്ടയിടേണ്ട കോഴിയെ നമുക്ക് 4-5 മാസം കൊണ്ട്, ചിലപ്പോൾ മാക്സിമം 6 മാസം കൊണ്ട് മുട്ടയിടിയിക്കാം ഈസ്ട്രോജൻ കൊടുത്താൽ. നേരത്തെ പ്രായപൂർത്തി എത്തും. നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി കൂടി പറയാം. ഈ കോഴി ഇറച്ചി തന്ന കുട്ടികൾക്ക് ഉറക്കുണ്ടാവില്ല. രാത്രി 12 മണി കഴിഞ്ഞാലും കുട്ടികൾ ഉറങ്ങില്ല. ഈ മുട്ട തിന്ന അമ്മ മുലപ്പാൽ കൊടുത്താൽ പോലും ചെറിയ കുട്ടികൾക്ക് 3 മാസം എത്തിയ കുട്ടിക്ക് ഉറക്കുണ്ടാവില്ല. രാത്രി മുഴുവൻ അമ്മയെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും, കരയും, ബഹളം വെക്കും, ഉറക്കുണ്ടാവില്ല. ഇപ്പോൾ ഡോക്ടർമാർ ചെയ്യുന്നത് ആ കുട്ടിക്ക് അല്പം ഉറക്ക ഗുളിക കൊടുക്കുക തന്നെയാണ്. ഇതാണ് മെക്കാനിക്കൽ സൊല്യൂഷൻ എന്ന് ഞാൻ പറഞ്ഞു, യാന്ത്രികം. ചെയ്യേണ്ടത് രാത്രി ഉറക്കില്ലാതെ ക്രോമസോമോട് കൂടിയ കോഴി ഇട്ട മുട്ട ആര് കഴിക്കരുത്? മുലപ്പാൽ കൊടുക്കുന്ന അമ്മ പോലും കഴിച്ചുകൂടാത്തതാണ്. ഇത് പശുവിനെ പോയിട്ട് പാല് കുടിക്കൽ തന്നെയാണ്. കാരണം ഇത്തരം രോഗം വന്നാൽ ചിലവാകുന്ന മരുന്നുകൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈസ്ട്രോജൻ കൊടുക്കുന്നത്. ഇതുകൊണ്ട് ഇന്ന രോഗം ഉണ്ടാവുന്ന അവർക്കറിയാം. ഇപ്പോൾ ഈസ്ട്രോജൻ കൂടുതൽ വന്നു വെച്ചോ, ഒരു 10-15-16 വയസ്സായ പെൺകുട്ടിക്ക് ഈസ്ട്രോജൻ കൂടുതൽ വന്നാൽ ആർത്തവത്തിൻ്റെ സൈക്കിൾ ആകെ തെറ്റും. 28 ദിവസം കൊണ്ട് ആർത്തവം വരില്ല. ഒരു തമാശ, DGOമാരുടെ ക്യാമ്പ് നടക്കുന്നു സൈലന്റ് വാലിയിൽ. DFO എന്നോട് വിളിച്ചു പറഞ്ഞു DGOമാരാണ് വരുന്നത് ഭൂരിപക്ഷം, മറ്റു ഡോക്ടർമാരും ഉണ്ട്, 24 ഡോക്ടർമാരാണ്. മാഷ് വന്നേ പറ്റൂ, ഒന്ന് മെരുക്കി കിട്ടിയില്ലെങ്കിൽ ഇവർ ഞങ്ങളെ തിന്നളയും. ചെന്നു. റിട്ടയർഡ് DGOമാരുണ്ട്. അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് 28 ദിവസം കൊണ്ട് മെൻസസ് വരുന്നത്? ഒരു ചോദ്യം. ആർത്തവം 28 ദിവസം കൊണ്ട് വരുന്നത് എന്തുകൊണ്ട്? അത് ബയോളജിക്കൽ സൈക്കിൾ അങ്ങനെയാണെന്ന് പറഞ്ഞു. കുറേ ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ചോദിച്ചത് ഉത്തരം അതേ ഉള്ളൂ. എനിക്കല്പം ദേഷ്യം വന്നു. പോയി പശുവിനോട് ചോദിക്കുന്നു. പശു പറഞ്ഞു തരും. പശുക്കൾക്കറിയാം എപ്പോഴാണ് ഇണ ചേരേണ്ടതെന്ന്. അത് പറയും. ഇത് അറിഞ്ഞുകൂടാത്ത ജന്തു മനുഷ്യനെ. മനുഷ്യൻ മാത്രമല്ല, ബാബുവിനോ എനിക്കോ അറിയില്ല, അത്ഭുതമില്ല. നമുക്ക് അത്രയും വിവരമുള്ളൂ. ഇവർ വലിയ വലിയ സർട്ടിഫിക്കറ്റ് ഉള്ളവരാണ്, സ്ത്രീരോഗ വിദഗ്ധകളാണ്. അവരറിയേണ്ടതല്ലേ? അവർക്കെങ്ങനെ ഈസ്ട്രോജനെ പറ്റി മനസ്സിലാവുക? 28 ദിവസം തന്നെ, 27 1/3 ദിവസം തന്നെ 2 വാവാണ്. ഈ 2 വാവിനാണ് ഒരാർത്തവം വരേണ്ടത്. 14-ാമത്തെ ദിവസം ബീജം വരും എന്ന് പറഞ്ഞാൽ, സ്ത്രീക്ക് ഓവം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഒരു വാവാണ്. 13 ദിവസം കഴിഞ്ഞ് 14-ാമത്തെ ദിവസം വാവായെന്ന് ഒരു ബീജം. ഇത് മുഴുവൻ തെറ്റിക്കാൻ കഴിയും ഈസ്ട്രോജനുള്ള കോഴിയിറച്ചി കഴിച്ചാൽ, ഈസ്ട്രോജനുള്ള മുട്ട കഴിച്ചാൽ. അത് മതി, സൈക്കിൾ ആകെ തെറ്റും. ഇപ്പം മനുഷ്യന്റെ ക്രോമസോം പവർ കുറക്കാൻ, പാരമ്പര്യത്തിന്റെ അറിവിന്റെ കുറവ് കുറക്കാൻ വരുത്താൻ എന്ത് മതി? ഈസ്ട്രോജനുള്ള കോഴിയിറച്ചി കൊടുക്കാം. ഇത് അനുഭവമാണ്. മാത്രമല്ല ഇതിൻ്റെ പേരിലാണ് നമ്മുടെ മേപ്പയൂരെ ഡോക്ടർ ഞാൻ തമ്മിൽ ആദ്യത്തെ തർക്കം ഉണ്ടാകുന്നത്. വെറ്റിനറി സർജൻ, വെറ്റിനറി കോളേജിൽ ക്ലാസ് എടുക്കുന്ന ആളും കൂടിയാണ്.
നമുക്ക് ഈ ഭാഗത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല വിദഗ്ധ